കൂട്ടുകാരെ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ പ്ലം കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. കഴിഞ്ഞ വീക്കിൽ ഞാൻ പ്ലം കേക്കിന് ഡ്രൈ ഫ്രൂട്ട്സ് മിക്സ് ചെയ്യുന്നത് എങ്ങനെയാണ് നിങ്ങൾ കാണിച്ചായിരുന്നു അല്ലേ? അപ്പം മിക്സ് ചെയ്ത് ഡ്രൈ ഫ്രൂട്ട്സ് വെച്ചിട്ട് എങ്ങനെ പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്ന് കേട്ടോ വീഡിയോ കാണിക്കുന്നത്. അപ്പം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതെ, പ്ലം കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ കേക്ക് ടിൻ എടുത്തിട്ടുണ്ട്. അതിൽ ബട്ടർ പേപ്പറൊക്കെ ഇട്ട് ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലെങ്കിൽ ജസ്റ്റ് ഒരു കുറച്ച് ഓയിൽ തടവിയിട്ട് ഒന്ന് ജസ്റ്റ് മൈദ തട്ടിയിട്ടാൽ മതി കേട്ടോ. മൈദ ഒന്ന് തട്ടി കുടഞ്ഞെടുത്താൽ മതിയേ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പ്ലം കേക്ക് ഉണ്ടാക്കുന്നതെന്നേ. അപ്പോൾ അരക്കപ്പ് പഞ്ചസാര നമുക്ക് ക്യാരമൽ ചെയ്യാം കേട്ടോ. ഇത് അരക്കപ്പ് പഞ്ചസാര കേട്ടോ. നമുക്ക് ക്യാരമൽ ചെയ്യാം. വെള്ളമൊന്നും ചേർക്കരുത്. ചൂടാവുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. തനിയെ ആയി വരുമ്പോൾ നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം അങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ അതേ കളറ് മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് തീ കുറച്ച് ഇളക്കിയിട്ട് ഇളക്കുക കേട്ടോ. അത് ക്യാരമലായി വന്നിട്ടുണ്ട്. കുറച്ചും കൂടെ ഒന്ന് ബ്രൗൺ ആവണം. എന്നാലും നമ്മുടെ കേക്കിന് നല്ല കളറൊക്കെ കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ ഒതൻറ്റിക് ആയിട്ടുള്ള ക്രിസ്മസ് പ്ലം കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കഴിഞ്ഞു. ഇപ്പോൾ ഇത് നന്നായിട്ട് ബ്രൗൺ ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ശരിക്കും ക്യാരമലായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോഴേ നമ്മൾ കുറച്ച് മാറി നിന്നിട്ട് ഒഴിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ മേത്തൊക്കെ തെറിക്കുവേ, സൂക്ഷിക്കണം കേട്ടോ. ഇതിനകത്ത് കട്ടയൊക്കെ ഉണ്ടാവും. അതൊക്കെ തന്നെ അരച്ച് വെക്കും കേട്ടോ. നല്ല ക്യാരമൽ സിറപ്പായിട്ട് വരും. കട്ടയൊക്കെ തന്നെ അരത്തോളൂ കേട്ടോ. കട്ടയൊക്കെ അരത്ത് വെക്കൂലേ. ഇപ്പോൾ ഇത് നമ്മുടെ കാരമൽ സിറപ്പ് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും മതി. ഇത് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വയ്ക്കാവേ. അപ്പം ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ പഞ്ചസാര ഒന്ന് പൊടിച്ചെടുക്കണേ. ഇതൊരു 1/4 കപ്പ് പഞ്ചസാരയാണ് കേട്ടോ. ഇതിനകത്തേക്ക് നമുക്ക് ഇതിനാവശ്യമുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ചേർക്കണം കേട്ടോ. ഒരു കഷ്ണം ജാതിക്കയുടെ കുരു കേട്ടോ. ഒരു 3-4 ഗ്രാമ്പു. പിന്നെ 2 കുഞ്ഞ് കഷ്ണം കറുകപ്പട്ട. ഒരു 3 കഷ്ണം ഏലക്ക. ഇത്രയും ചേർത്ത് നമുക്കിതൊന്ന് പൊടിച്ചെടുത്തോണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ 100 ഗ്രാം ബട്ടർ എടുത്തിരിക്കുന്നത് കേട്ടോ. പ്ലം കേക്കിന് എപ്പോഴും നല്ലത് ബട്ടറാട്ടോ. ഓയിലിനേക്കാൾ ടേസ്റ്റ് കിട്ടുന്നത്. 100 ഗ്രാം ബട്ടർ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാരയും ഏലക്കയും ഗ്രാമ്പും ഒക്കെ ചേർത്ത് പൊടിച്ചു വെച്ചില്ലേ, 1 കപ്പ് പഞ്ചസാര, അതും കൂടി ഇതിലേക്ക് ചേർക്കുക കേട്ടോ. ബീറ്റർ ഇല്ലാത്തവർ കൈകൊണ്ട് മിക്സ് ചെയ്താലും മതി കേട്ടോ. ബീറ്റർ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല. ഇത് വെച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. കൈ വെച്ചിട്ട് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇത് നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെയാണ്. ഇനിയിപ്പോൾ നമുക്ക് മുട്ട ചേർക്കണം. അത് റൂം ടെമ്പറേച്ചറുള്ള മുട്ട ചേർക്കണം. 3 എണ്ണം ആട്ടോ ഞാൻ ചേർക്കുന്നത്. 3 എണ്ണം ചേർക്കുമ്പോഴാണ് 1 കിലോ കേക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാവേ. ഓരോ മുട്ടയായിട്ട് ചേർക്കാം കേട്ടോ.
അപ്പോൾ ഇതാ മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി വാനില എസൻസ് ചേർക്കാം കേട്ടോ. അപ്പോൾ വാനില എസൻസ് ലിക്വിഡ്, നിങ്ങളുടെ ലിക്വിഡാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്താൽ മതി കേട്ടോ. എൻ്റെ കയ്യിൽ വാനിലയുടെ പൗഡറാണ് ഉള്ളത്. അപ്പം ഞാൻ അതിലൊരു പീസ് ചേർക്കുക. പിന്നെ ഈ ബീറ്ററൊന്നും ഇല്ലാത്തവർ, ഇപ്പം കയ്യിൽ ഇളക്കാൻ ബീറ്ററൊന്നും ഇല്ലാത്തവരുണ്ടാവുമല്ലോ. അപ്പം അങ്ങനെയുള്ളവർ എന്നാണെന്ന് അറിയാമോ, ഒരു മിക്സിയുടെ ജാർ എടുക്കുക, അരി അരയ്ക്കുന്ന ജാറില്ലേ, അതെടുത്തിട്ട് അതിനകത്തേക്ക് ബട്ടർ ഇടുക, മുട്ട ഒഴിക്കുക. ആദ്യം ബട്ടർ ഇടുക, പഞ്ചസാര, പൊടിച്ച പഞ്ചസാര ഇടുക, എന്നിട്ടൊന്ന് കറക്കുക. അത് കഴിഞ്ഞിട്ട് 3 മുട്ട ഒന്നിച്ചങ്ങ് ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്താൽ മതി. മിക്സിയിൽ നന്നായിട്ട് പതപ്പിച്ചെടുത്താൽ മതി. പിന്നെ അതിനകത്തേക്ക് വാനില എസൻസും ചേർത്ത് ഒന്ന് നന്നായിട്ട് പതപ്പിച്ചിട്ട് ഒരു ബൗളിലേക്ക് ഒഴിച്ചാൽ മതി കേട്ടോ. അത് ഈസി അല്ലേ, അങ്ങനെ ചെയ്താലും മതി. അതാ ഞാൻ എപ്പോഴും അങ്ങനെ ചെയ്താൽ, കേക്ക് ഇതിനു മുമ്പുള്ള വീഡിയോ ഇട്ടതിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്തിരിക്കുന്നത്. അറിയാത്തവർ ആ വീഡിയോസൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം സോക്ക് ചെയ്ത് വെച്ചിട്ടില്ലായിരുന്നോ റമ്മിനകത്ത് ഡ്രൈ ഫ്രൂട്ട്സ് എല്ലാം, ആ ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്തിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്നത്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരൊന്ന് കാണണം കേട്ടോ. യൂട്യൂബിലുണ്ട്, ഫേസ്ബുക്കിലും ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് കാണണം കേട്ടോ. എന്നിട്ട് വേണം അല്ലെങ്കിൽ നമ്മളിനിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് കേക്ക് ഉണ്ടാക്കൂലേ, ഡ്രൈ ഫ്രൂട്ട്സ് ഓറഞ്ച് ജ്യൂസിലിട്ടിട്ട്, അങ്ങനെ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും പറയണേ, ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ വീഡിയോസ്. അപ്പോൾ നമുക്ക് വാനില എസൻസ് ചേർക്കാം കേട്ടോ. ഞാനൊരു ടീസ്പൂണിന് പകരം ഒരു ചെറിയ പാക്കറ്റ് ഇടുക കേട്ടോ. ഇനി നമുക്കത് ബീറ്റ് ചെയ്തിട്ട് ഇനിയിപ്പം നമുക്ക് പൊടികളും ഒക്കെ അളന്നെടുക്കാം, ഡ്രൈ ഫ്രൂട്ട്സും കേട്ടോ. ഇനി നമുക്ക് ഡ്രൈ ഐറ്റംസ് ഓരോന്നായിട്ട് ഇടാം കേട്ടോ. 1 കപ്പ് മൈദ കേട്ടോ, 250 ml ആണേ. ഒരു അരിപ്പയിലേക്ക് ഇട്ട് അരിച്ചെടുക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറ് വടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. ഇതുണ്ടോ, വടിച്ചെടുക്കാവുള്ളൂ കേട്ടോ. പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ നമ്മൾ ഏറ്റവും കുറച്ചാണ് ചേർക്കുന്നുള്ളൂ കേട്ടോ. 1/4 ടീസ്പൂണ്, 1/4 ടീസ്പൂണ് ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ കേട്ടോ. ഇതൊന്ന് നമുക്ക് അരിച്ചെടുക്കാവേ. അപ്പോൾ ഇതേ അന്ന് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചില്ലായിരുന്നു ഡ്രൈ ഫ്രൂട്ട്സ്. അപ്പോൾ അതിൽ നിന്ന് 1.5 കപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കപ്പ്, ഈ 1.5 കപ്പ് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കും കേട്ടോ. ഇത് ചിലരൊക്കെ ഇതിൻ്റെ എന്താ പറയുക, നീരുണ്ടാവുമല്ലോ, നീരിറങ്ങി വരും, അത് അരിച്ചെടുക്കാറുണ്ട്. ഞാനതൊന്നും ചെയ്യുന്നില്ല കേട്ടോ, ഇങ്ങനെ തന്നെ അങ്ങ് ചേർക്കും കേട്ടോ. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് കാഷ്നട്ടും കുറച്ച് ഉണക്കമുന്തിരിങ്ങയില്ലേ, ബ്ലാക്ക് ഉണ്ടെങ്കിൽ ബ്ലാക്ക്, നിങ്ങളുടെ കയ്യിൽ ഏതാ ഉള്ളത് അത് കുറച്ചും കൂടെ ആഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ ഉണക്കമുന്തിരിങ്ങ ചേർക്കാവേ. കാഷ്നട്ട് ഞാനിപ്പോൾ ചേർക്കുന്നത് ഓൾറെഡി ഞാൻ ഇതിൽ മിക്സ് ചെയ്തത് കേട്ടോ. പിന്നെ ഇതിനകത്ത് ഞാൻ ഓറഞ്ച് ക്യാൻഡിയും ജിഞ്ചർ ക്യാൻഡിയും എല്ലാം ചേർത്തിട്ടുണ്ടായിരുന്നു. നട്ട്മേഗും എന്താ ഏലക്ക പൗഡറും ഇതൊക്കെ ഇതിനകത്ത് ഒരു തവണ ചേർത്തതാട്ടോ. അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച ഡ്രൈ ഇൻഗ്രീഡിയൻസിൽ നിന്ന് 2-3 സ്പൂണ് ചേർക്കാം കേട്ടോ. ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കേക്കിന് ബാറ്റർ മിക്സ് ചെയ്യുന്ന സമയത്ത് ഇതെല്ലാം കൂടെ അടിയിൽ പോയി കിടക്കും. അന്നേരം കേക്കിൻ്റെ എല്ലായിടത്തും ഉണ്ടാവില്ല. ബാക്കി ബാറ്റർ നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാരമൽ സിറപ്പില്ലേ, അത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം കേട്ടോ. ഈ കാരമൽ സിറപ്പ് ചേർക്കുമ്പോഴാണ് കേക്കിന് നല്ല ബ്ലാക്ക് കളർ കിട്ടും കേട്ടോ. നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സ് സോക്ക് ചെയ്തില്ലായിരുന്നോ റമ്മിനകത്ത്, അതിനും അതിൻ്റെ ആ ഒരു 1 ടീസ്പൂൺ 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 1 ടീ
ഒരു നീരൊക്കെ ഇറങ്ങുമ്പോഴും നല്ല കളർ കിട്ടും കേട്ടോ കേക്കിനെ. ഇതൊന്ന് ബീറ്റ് അപ്പോൾ ഇത് കണ്ടോ, കാരമൽ സിറപ്പ് ചേർത്തപ്പോൾ നല്ല കളർ വന്നില്ലേ. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് ചേർക്കാം കേട്ടോ. കുറേശ്ശെ ചേർത്ത് കൊടുക്കാവേ. നമുക്ക് എടുത്ത് വെച്ച ഫ്ലോറും ബേക്കിംഗ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇല്ലാതെ നമുക്ക് ഓരോന്നായിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ മിക്സ് ചെയ്യണം കേട്ടോ, ബബിൾസ് ഒന്നും ഇല്ലാതെ. പ്ലം കേക്കിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഭയങ്കര തിക്കായിരിക്കും കേട്ടോ, ലൂസ് ബാറ്ററായി പോകരുത് ഒരിക്കലേ. നല്ല തിക്കായിരിക്കണം, എന്നാലേ കറക്റ്റായിട്ട് വരുള്ളൂ. ഈ റമ്മ ചേർക്കുന്നതുകൊണ്ട് കേക്ക് എപ്പോഴും എന്താ പറയുക, കുറേ നാൾ കേടാകാതിരിക്കും കേട്ടോ. പിന്നെ റമ്മിൻ്റെ ഇതൊന്നും അതിനകത്ത് ഉണ്ടാവില്ല കേട്ടോ. കേക്ക് ബേക്കാകുമ്പോൾ എല്ലാം ഇവാപറേറ്റ് ആയിട്ട് പോകും കേട്ടോ. കേക്ക് അതിൻ്റെ ഒന്നും ഉണ്ടാവില്ല. ടേസ്റ്റിൽ നല്ല അടിപൊളി കേക്കായിരിക്കും കേട്ടോ. ഇതുണ്ടാക്കിയിട്ട് ഇന്ന് തന്നെ എടുക്കുന്നതിനേക്കാൾ ഒരാഴ്ചയൊക്കെ വെച്ചിട്ട് ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലത് കേട്ടോ. കാരണം കേക്ക് ഇരിക്കും തോറുമാണ് ടേസ്റ്റ് കൂടുന്നത്. പ്ലം കേക്ക് എത്ര നാൾ വേണേലും കേടാകാതിരിക്കും. കാരണം റമ്മ് ചേർക്കുന്നതുകൊണ്ട് അതൊരു കേടാകാതിരിക്കുന്നതിനുള്ളൊരു എന്താ പറയുക, ഒരു പ്രോസസ്സ് പോലെയാണ്. അപ്പം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ചേർക്കാം കേട്ടോ. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചില്ല, അത് കുറേശ്ശെ ചേർക്കുക കേട്ടോ. ആദ്യം കുറച്ച് ചേർക്കാം, എന്നിട്ട് പിന്നെ ചേർക്കാം കേട്ടോ. റിച്ച് പ്ലം കേക്കാട്ടോ നമ്മുടെ. അതാണ് ആ ഡ്രൈ ഫ്രൂട്ട്സ് അത്രയും ചേർക്കുമ്പോൾ. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ചേർത്താൽ മതി. ഇനിയിപ്പോൾ നമ്മളിത് നേരത്തെ ഗ്രീസ് ചെയ്ത് വെച്ച കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാവേ. ഇതിപ്പോൾ 1 കിലോ കേക്ക് ഉണ്ടാവും കേട്ടോ കറക്റ്റ്. അപ്പോൾ ദേ ഞാൻ ബാറ്ററൊക്കെ നന്നായിട്ട് ഒഴിച്ചിട്ടുണ്ട്, സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ടാപ്പ് ചെയ്തെടുക്കാവേ. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാഷ്നട്ട് വെക്കും കേട്ടോ മുകളിൽ. കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ സംഭവം. ഞാനിത് ബേക്ക് ചെയ്തിട്ട് വരാം. 180 ഡിഗ്രിയിൽ 60 മിനിറ്റ്. ഇനിയിപ്പം ഓവൻ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു വലിയ ഒരു അലുമിനിയത്തിൻ്റെ ഒരു ചെരുവ് എടുക്കുക. അതിനകത്തേക്ക് നമ്മൾ കറിച്ചട്ടിയൊക്കെ വെക്കുന്ന റിങ്ങില്ല സ്റ്റീലിൻ്റെ, അത് അതിലേക്ക് ഇറക്കി വെക്കുക. എന്നിട്ട് ഈ ബേക്കിംഗ് ടിന്ന് ഇറക്കി വെക്കുക. ആദ്യം ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടാക്കുക പാത്രം. അത് കഴിഞ്ഞിട്ട് ഇത് കേക്ക് ടിന്ന് ഇറക്കി വെച്ച് കഴിയുമ്പോൾ ലോ ഫ്ലെയിം ആക്കി വെക്കുക. എന്നിട്ട് ഒരു നല്ല അതിൻ്റെ തന്നെ അടപ്പ് വെച്ച് നല്ലോണം കവർ ചെയ്യുക. എന്നിട്ട് ഒരു 40 മിനിറ്റൊക്കെ ആകുമ്പോൾ നോക്കി നോക്കുക. നന്നായിട്ട് ബേക്കായി കിട്ടും. അങ്ങനെയാണെങ്കിൽ നന്നായിട്ട് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം ഞാനിത് ഓവനിൽ വെച്ചിട്ട് വരാവേ. അപ്പോൾ അതായത് നമ്മുടെ കേക്ക് നല്ല
റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് നോക്കാവേ. അപ്പോൾ ഇതേ നമ്മുടെ പ്ലം കേക്ക്, റിച്ച് പ്ലം കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല സോഫ്റ്റ് കേട്ടോ. ഞാൻ മേളിൽ അലങ്കരിക്കാൻ വെച്ച ക്യാഷ്നട്ടൊക്കെ താഴെ മുങ്ങിപ്പോയി, എന്നാലും നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എന്നിട്ട് എല്ലാവരും അഭിപ്രായം പറയണേ എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. ഇത് ഞാനിപ്പം മുറിക്കുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞിട്ടേ മുറിക്കുന്നുള്ളൂ. എന്നാലേ ശരിക്കുമുള്ള പ്ലം കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പാക്ക് ചെയ്ത് ഒരു കവറിൽ അല്ലെങ്കിൽ ഒരു അലുമിനിയം ഫോയിലിൽ പൊതിഞ്ഞ് ഒരാഴ്ച വെച്ച് കഴിഞ്ഞിട്ട് കട്ട് ചെയ്യൂ കേട്ടോ. ബൈ, താങ്ക് യു.